കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടകൾ മറ്റൊരു ഗുണ്ടയെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യം നമ്മളെല്ലാവരും കണ്ടു. കേരളത്തെ ഞടുക്കിയൊരു ദൃശ്യമായിരുന്നു അത്. കരുനാഗപ്പള്ളിയിലെ അതിന് തൊട്ടു മുമ്പ് മറ്റൊരു കൊലപാതകം ഉണ്ടായി. ആ കേസിനകത്ത് ജിം സന്തോഷ് എന്ന ഒരാളെ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇപ്പം കൊല്ലപ്പെട്ട അലുവ അതുലും സംഘവും വെട്ടിക്കൊന്നു. അത് 2025 മാർച്ച് 27-നായിരുന്നു. ജിം സന്തോഷ് 10, 24, 26 കേസിലെ പ്രതിയാണ്. കാപ്പ കേസ് 2 പ്രാവശ്യം ചുമത്തിയിട്ടുണ്ട്. അയാൾ കരുനാഗപ്പള്ളി ഏരിയയിൽ ആൾക്കാർക്ക് ഭയമുള്ള ഒരു ഗുണ്ടയായിരുന്നു. അയാളെ വീട്ടിൽ കയറിയാണ് അലുവ അതുലും സംഘവും വെളുപ്പാങ്കാലത്തെ വീട്ടിലെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി അവരെ ജിം സന്തോഷിൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് 2025 മാർച്ച് 27. ആ ജിം സന്തോഷിനെ വെട്ടിക്കൊന്നത് ഇന്നലെ കരുനാഗപ്പള്ളി റോഡിലിട്ട് കൊന്ന ഗുണ്ട അലുവ അതുലായിരുന്നു. ഇതിൻ്റെ നേതൃത്വത്തിലാണ് ആ സംഭവം നടന്നത്. അലുവ അതിൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ ജിം സന്തോഷിൻ്റെ കേസിനകത്ത് കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെ കരുനാഗപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിലെ പ്രസൻറ്റ് വെച്ച ശേഷം അയാളെ കാറിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് വണ്ടി ഓടിച്ച് പോവുകയാണ്. അയാളുടെ സുഹൃത്തും കൂടെയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ ഇറങ്ങിയതുകൊണ്ട് ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് ഇപ്പം ജാമ്യം ലഭിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എല്ലാ ആഴ്ചയിലും പോയി അവിടെ പ്രസൻറ്റ് വെക്കണം. അങ്ങനെ പ്രസൻറ്റ് വെച്ച് പോകുന്ന സന്ദർഭത്തിൽ പിന്നാലെ അലുവ അതിലിൻ്റെ പുറകെ ഹരിയാന അല്ലെങ്കിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു കാറിൻ്റെ നമ്പർ ഫോൾസ് നമ്പർ വെച്ച് അവർ 4 പേര് അതിൻ്റെ പിന്നാലെ പോയി കരുനാഗപ്പള്ളിയിലെ പുതിയ കാവിന് സമീപത്ത് വെച്ച് അവിടെ പെട്രോൾ പമ്പുണ്ട്. അതിൻ്റെ ഏകദേശം മുന്നിൽ വെച്ച് എട റോഡിലാണ്. അവിടെ വെച്ച് അലുവ അതിൽ സഞ്ചരിച്ച കാറിനെ ചേസ് ചെയ്ത് റോഡിൻ്റെ വലതുവശത്തുള്ള ഒരു കലുങ്കിൻ്റെ പുറത്തേക്ക് അതിനെ മറിച്ചു. അതിനുശേഷം കാറിൽ നിന്ന് ഇവരിറങ്ങി 4 പേര് അയാളെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യം നമ്മൾ കണ്ടു. കാറിൽ 6 പേര് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അവർ ഓപ്പണായിട്ട് അവരെ മുഖം മറയ്ക്കാതെ വളരെ ധൈര്യസമേതം ഓപ്പണായിട്ട് കൊല്ലുന്ന രംഗമാണ് കണ്ടത്. അത് കണ്ട പല ആൾക്കാരും ഭയപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നത് നമുക്ക് കാണാം. എന്തായാലും കൊല്ലം കമ്മീഷണറും കരുനാഗപ്പള്ളി DYSPയുടെയും ശ്രമഫലമായി വിത്തിൻ 24 hours അതിലെ കൃത്യത്തിൽ ഉൾപ്പെട്ട 4 പ്രതികളെ അവരെ മുണ്ടക്കയത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. കൂടെ മറ്റ് 2 പേരൂടെ ഉണ്ട്. അവരും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. നൗഫൽ എന്ന 28 വയസ്സ് തഴവായിലുള്ള നൗഫലും ചവറ തെക്കും ഭാഗത്തുള്ള ഷീന പീറ്ററും 2 പേര് 28 വയസ്സുകാരാണ്. ഈ 4 പേരൊപ്പം അവരും ഉണ്ട്. ഗൂഢാലോചനയിൽ 6 പേര് നേരിട്ട് പങ്കെടുത്തവരും 4 പേര് സഹായികളുമായി മൊത്തം 10 പ്രതികളാണ് ഈ കേസിനകത്തുള്ളത്. പോലീസ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയി ഈ കേസിനകത്ത്. ഏതായാലും പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നല്ല കാര്യം. അവിടുത്തെ കമ്മീഷണറേയും കരുനാഗപ്പള്ളി DYSPയും അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുത്ത പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ അഭിനന്ദിക്കുന്നു. കാരണം വളരെ ശ്രമകരമായ ഒരു ജോലി അവർ വളരെ പെട്ടെന്ന് അത് തീർത്തു. നല്ല കാര്യം. പക്ഷേ ഒരു 40-45 ദിവസത്തിനകം 60 ദിവസത്തിനകം ഇതിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കണം. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതോടൊപ്പം ആയുധങ്ങൾ കണ്ടെടുക്കണം, പ്രതികളെ കസ്റ്റഡി വാങ്ങണം. ആ 2ാമത്തെ 3ാമത്തെ റിമാൻഡിൽ അവർക്ക് കുറ്റച്ചാർജ് കൊടുക്കണം. പോലീസ് ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ധാരാളം ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് നാട്ടുകാരെ വെട്ടുന്നതൊക്കെ നമുക്ക് കാണാം. എല്ലാ ഗുണ്ടകൾക്കും
കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ DYSP റാങ്കിലുള്ളവരും SP റാങ്കിലുള്ളവരും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ കാണാം. എങ്കിലും ഇതുപോലെയുള്ള നല്ല ഓഫീസേഴ്സ് ധാരാളം പേരുണ്ട്. അവർ ഒരു 45, 50, 60 ദിവസത്തിനകം ഈ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തിട്ട് ആ കോടതിയിൽ പോയി സാക്ഷികളെ പഠിപ്പിച്ച് കയറ്റി കൃത്യമായി അവർക്ക് ശിക്ഷ വാങ്ങിച്ച് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കണം, മരണം വരെ ജയിലിലിടണം. അങ്ങനെ ഒരു സംസ്കാരം കൂടെ പോലീസിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവൂ. ഏത് ഗവൺമെൻറ്റും വരട്ടെ, ഇടത് വരട്ടെ, വലത് വരട്ടെ, നമുക്കതല്ല പ്രശ്നം. BJP വന്നാലും പ്രശ്നമില്ല. നമുക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഗുണ്ടകളെ ഒതുക്കിയേ പറ്റുള്ളൂ. സംസ്ഥാനത്തെ എല്ലാ സിറ്റികളിലും ഇപ്പം ഇഷ്ടം പോലെ ഗുണ്ടകളായി. തിരുവനന്തപുരത്തും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കൊട്ടാരക്കരയിലും അതുപോലെ തന്നെ കൊച്ചിയിലും, കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, കേരളത്തിലെ പാലക്കാട്, തൃശ്ശൂർ, എല്ലാ സ്ഥലങ്ങളും ഗുണ്ടകൾ വ്യാപകമായി. അവരെ പേടിച്ചിട്ടാണ് ജനങ്ങൾ കഴിയുന്നത്. അവരെ ഒതുക്കാനായിട്ട് പോലീസിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് ഒരു 10-60 ദിവസത്തിനകം ഈ കേസുകളെല്ലാം ചാർജ് ഷീറ്റ് കൊടുത്ത് അവർ ജാമ്യത്തിൽ പോകാതെ അവരെ പ്രോസിക്യൂഷൻ നടത്തി ഇവർക്കെല്ലാവർക്കും മരണം വരെ ജയിലിൽ കിടക്കേണ്ട രീതിയിലുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് വിചാരിച്ചാൽ നടക്കും. അങ്ങനെ ഇത് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സത്യസന്ധരായ കുറേ അധികം പോലീസുകാർ കേരളത്തിലുണ്ട്. വളരെ ചുരുക്കം ചില ആൾക്കാരാണ് ഈ ഗുണ്ടകളിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നത്. ഗുണ്ടകൾ പെരുകുന്നതിൻ്റെ കാരണം നമുക്കറിയാം. കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ധാരാളം ഫ്ലാറ്റുകൾ ഉയരുകയാണ്. ആ ഫ്ലാറ്റുകൾ ഉയരണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥലം വേണം. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും ആ സ്ഥലം ഭീഷണിപ്പെടുത്തി കൈവശപ്പെടുത്തണം. അതിന് ഗുണ്ടകളുടെ സേവനം വേണം. ഗുണ്ടകൾ കേരളത്തിൽ സജീവമാകാൻ കാരണം അവർക്ക് ഈ ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കുന്നതിനും അവിടുത്തെ സ്ഥലക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിനും വില കുറച്ച് സ്ഥലം കിട്ടുന്നതിനും ഇവരുടെ സാന്നിധ്യം, ഇവരുടെ സേവനം ആവശ്യമാണ്. കാരണം സ്ഥലം കൊടുക്കാതെ ചിലപ്പോൾ 5 സെൻറ്റ് 10 സെൻറ്റുമായിട്ട് കഴിയുന്ന സാധാരണക്കാരെ ഈ ഗുണ്ടകളെ അയച്ച് ഭീഷണിപ്പെടുത്തി അവരെ അവിടുന്ന് കിട്ടുന്ന പൈസ വാങ്ങിച്ച് പോകത്തക്ക രീതിയിൽ അവരെ അവിടുന്ന് ഓടിക്കുന്ന സംവിധാനം കേരളത്തിലുണ്ട്. കൂടാതെ കേരളത്തിലെ ക്വാറിയുടെ പ്രവർത്തനം ഗുണ്ടകളെ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിന് യാതൊരു സംശയമില്ല. അതുപോലെ മണൽ ലോബിയുണ്ട്, ക്വാറി ലോബിയുണ്ട്, ഫ്ലാറ്റ് വെക്കുന്നത്. ഈ 3 പേർക്കും സുലഭമായിട്ട് ഈ 3 കാറ്റഗറിയിലുള്ളവർക്ക് ഗുണ്ടകളുടെ സേവനം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇവിടെ ഇതുപോലെ ഫ്ലാറ്റുകൾ വരികയുള്ളൂ. നമുക്കറിയാം, റോയ് എന്നൊരാൾ ആത്മഹത്യ ചെയ്ത വിവരങ്ങൾ നമുക്കറിയാം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ ആൾക്കാർക്ക് പല ആൾക്കാരും അപമൃത്യുവിന് ഇരയായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഈ ഫ്ലാറ്റുകളെല്ലാം കെട്ടിപ്പൊക്കുന്നത്. ഏതായാലും ഈ സംസ്കാരം കേരളത്തിന് നല്ലതല്ല. കേരളത്തിലെ വികസിക്കാത്ത ഒരു ഏരിയ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിസ്തീർണമാണെന്ന് ആലോചിക്കണം. ഇവിടെ ആൾക്കാർ പെരുകി, ടൂറിസ്റ്റുകൾ പെരുകി, ഇവിടെ കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ പെരുകി, ഇവിടെ കൃഷിസ്ഥലങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഗുണ്ടകളുടെ പെരുപ്പം. ആ ഗുണ്ടകൾക്ക് നിയമത്തിന് ഭയമില്ല, നാട്ടുകാരെ പരിയില്ല, അധികാരികളെ പരിയില്ല, പോലീസിനെയും ഭയമില്ല. അതുകൊണ്ട് ഈ സംസ്കാരത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവർ ശാശ്വതമായ ഒരു പരിഹാരം ഈ ഗുണ്ടാ വിളയാട്ടത്തിന് ഉണ്ടാകുകയുള്ളൂ. ഗുണ്ടകളെ തീർച്ചയായിട്ടും ജയിലിൽ കാപ്പ എടുത്തെന്ന് വിചാരിച്ചിട്ട് 6 മാസം അകത്തിട്ടെന്ന് പറഞ്ഞ് പ്രയോജനമില്ല. എല്ലാ ഗുണ്ടകളുടെയും കേസുകൾ നമുക്ക് കൃത്യമായ കുറ്റച്ചാർജ് കൊടുത്ത് സാക്ഷികളെയൊക്കെ പഠിപ്പിച്ച് അവരെ ശിക്ഷിപ്പിച്ചും അവരുടെ മരണം വരെ ജയിലിലിടാനുള്ള സംവിധാനം കേരളത്തിലുണ്ടാകണം. കാരണം പല കേസുകളും ഹൈക്കോടതി ചെന്ന് വിട്ടുപോകുന്ന കാണുന്നുണ്ട്. കാരണം ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലെ ഫ്ലോപ്പ് കൊണ്ടാണ് അത് വിടുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആരായാലും ശരി, അവരെ മേലുദ്യോഗസ്ഥരും അതിൽ എക്സ്പെർട്ടായ വെറ്ററന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരോടെ ചേർന്ന് ഇൻവെസ്റ്റിഗേഷനിലെ പാകപ്പിഴ എന്തെങ്കിലും കണ്ടെത്തി അത് പരിഹരിച്ച് വേണം ചാർജ് ഷീറ്റ് കൊടുക്കാൻ.